ടർക്കിയിൽ നിന്നുള്ള 51 വയസ്സുള്ള ഒരാൾക്ക് ഒളിമ്പിക്സിൽ സിൽവർ കിട്ടി. പണ്ടൊക്കെ നമ്മൾ ധരിച്ചിരുന്നത് ഒളിമ്പിക്സിന് തയ്യാറെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ, പ്രായം കുറഞ്ഞവർ, കുട്ടികൾ അവരൊക്കെയാണ് അതിൽ പരിശീലനവും ഉത്സാഹവും ഒക്കെ നടത്തുന്നുള്ളത്. പക്ഷേ 51 വയസ്സുള്ള ഒരാൾക്ക് ഒളിമ്പിക്സിൽ പങ്കെടുത്ത് സിൽവർ മെഡൽ നേടാമെന്ന് ടർക്കിയിലെ ആ ഒരു ഷൂട്ടർ, അതും പോക്കറ്റിലേക്ക് കൈയൊക്കെ ഇട്ട് വളരെ ലാഘവത്തോടെയാണ് അദ്ദേഹം ഒളിമ്പിക്സിൻ്റെ മെഡൽ നേടിയിരിക്കുന്നത്. ഒളിമ്പിക്സിൻ്റെ കാര്യം നോക്കുമ്പോൾ നമ്മുടെ കേരളം എവിടെയാണ്? പണ്ട് നമ്മൾ ഒളിമ്പിക്സിന് പോയ PT ഉഷ മുതൽ ഇപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ തലപ്പത്താണ്. അവർ മുതൽ കേരളത്തിൽ നിന്ന് പലരും, ഷൈനി വിൽസൺ, അങ്ങനെ പലരും ഒക്കെ പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ ഈ മേഖലകളിലൊക്കെ ഇപ്പോൾ കേരളം വളരെ വളരെ പിന്നോട്ട് പോയിരിക്കുന്നു. ഈ പിന്നോട്ട് പോയിരിക്കുന്നത് കണക്ക് പ്രകാരം നമുക്ക് നോക്കാം. ഇപ്രാവശ്യം കേരളത്തിൽ നിന്ന് ഒളിമ്പിക്സിന് പോയിരിക്കുന്നത് അത്ലറ്റിക്സിന് ആകെ 2 ഐറ്റത്തിനാണ്. ആ 2 ഐറ്റം എന്ന് പറയുന്നത് ഒന്നൊരു റിലേ ആണ്, 400 മീറ്ററിൻ്റെ 4 പേര്, അതായത് മുഹമ്മദ് അനാസും മുഹമ്മദ് അജ്മലും പിന്നെ ഒരു ചാക്കോയും കുര്യനും 4 പേര്. ഇനി അടുത്ത ട്രിപ്പിൾ ജമ്പിന് ഒരു അബ്ദുള്ള അബുബേക്കറും ഉണ്ട്. അങ്ങനെ 5 പേരാണ്. ഈ ഒളിമ്പിക്സിൽ പണ്ട് PT ഉഷയും ഷൈനി വിൽസനും അഞ്ജു ബോബി ജോർജ്, അതുപോലെ മേഴ്സിക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരൊക്കെ, നമ്മുടെ കുറേയധികം സ്ത്രീകൾ, പെൺകുട്ടികൾ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്ന കേരളത്തിൽ നിന്ന് അത്ലറ്റിക്സിൽ. പക്ഷേ അത്ലറ്റിക്സിൽ കേരളത്തിൽ നിന്ന് ഇപ്പോൾ വനിതാ പ്രാതിനിധ്യമില്ല, കഴിഞ്ഞ ഒളിമ്പിക്സിനുമില്ല. നമ്മുടെ കേരളത്തിലെ വനിതകൾക്ക് എന്ത് പറ്റി? അതേസമയം ഹരിയാന വളരെ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. ആ 2000 ആണ്ടിലെ ഒളിമ്പിക്സിന് സിഡ്നിയിലാണ് അന്ന് നടന്നത്. അന്ന് 4% ആയിരുന്നു ഹരിയാനയിൽ നിന്നുള്ളൊരു പ്രാതിനിധ്യം ഈ ഒളിമ്പിക്സിന് പോയവരുടെ. അത് പക്ഷേ ഇന്ന് 21% വർദ്ധിച്ചു. ഇന്ത്യയിൽ നിന്ന് ഒളിമ്പിക്സിന് പോകുന്ന സ്ക്വാഡിൽ 21% ആൾക്കാരും ഹരിയാന എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൻ്റെ അതേ ഏകദേശം ജനസംഖ്യയുള്ള 2.5 കോടിയാണ് അവിടുത്തെ ജനസംഖ്യ. അപ്പം കേരളത്തിൻ്റെ അതേ ജനസംഖ്യയുള്ള ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനത്താണ് ഒളിമ്പിക്സിന് പോകുന്ന സ്ക്വാഡിലെ 21% ആൾക്കാരും. പക്ഷെ 2000 അത് വെറും 4% ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കേരളത്തിൻ്റെ അവസ്ഥയോ? കേരളത്തിൽ ഇന്ന് 4% ആൾക്കാരേ ഉള്ളൂ ഒളിമ്പിക്സിന് പോകുന്ന സ്ക്വാഡിൽ. പക്ഷെ 2000 അത് 13%. കേരളത്തിൻ്റെ കായിക രംഗത്തെ വളർച്ച എന്ന് പറയുന്നത് പടവലങ്ങ പോലെ താഴോട്ടാണ്. 13% 2000 ഉണ്ടായിരുന്നത് ഇന്ന് 4%. അതേസമയം ഹരിയാന 2000 4% ഉണ്ടായിരുന്നു, ഇന്ന് 21%. 2ാം സ്ഥാനത്ത് പഞ്ചാബ്, അതുപോലെ 3ാം സ്ഥാനത്ത് നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാടുണ്ട്. ഈ പഞ്ചാബ് ഹരിയാനയ്ക്ക് എന്ത് പ്രത്യേകത ഉള്ളതുമല്ല, നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട് 3ാം സ്ഥാനത്തുണ്ട്. ഈ ഒളിമ്പിക്സിന് ഇപ്രാവശ്യം പാരീസ് ഒളിമ്പിക്സിന് അയച്ച സ്ക്വാഡിലെ ഒരു പ്രാതിനിധ്യം. അപ്പോൾ എന്തുകൊണ്ടാണ് ഹരിയാന ഇങ്ങനെ വളർച്ച നേടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കായിക രംഗത്ത്? കാരണം ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും അധികം മനുഷ്യർ ശ്രദ്ധിക്കുന്ന ഒരു സ്പോർട്ടാണ്. അപ്പോൾ അവിടെ ഒരു മെഡൽ നേടുക എന്നുള്ളത് ഒരു വലിയ രാജ്യത്തിന് അഭിമാനമാണ്. അപ്പം നമ്മളിപ്പം ഈ പത്രത്തിലൊക്കെ കാണുന്നുണ്ട്, ചൈനയ്ക്ക് ഇത്ര മെഡൽ കിട്ടി, എത്ര ഗോൾഡ് ജപ്പാന് കിട്ടി, സ്വർണം കിട്ടി, സൗത്ത് കൊറിയയ്ക്ക് എത്ര കിട്ടി, റഷ്യക്ക് കിട്ടിയോ, അതുപോലെ US എത്ര, ഓസ്ട്രേലിയക്ക് എത്ര. ഇപ്പോൾ രാജ്യങ്ങൾക്ക് പ്രസക്തി കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. അവിടേക്ക് ഹരിയാന എന്തുകൊണ്ട് കുതിച്ച് മുന്നോട്ട് പോകുന്നു, കേരളം എന്തുകൊണ്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു? നമുക്കൊന്ന് പരിശോധിക്കാം. ദുങ്കൽ എന്ന് പറയുന്ന ഒരു സിനിമ 2014 ഇറങ്ങിയിരുന്നു. ഫഗോട്ട് സഹോദരിമാർ ഹരിയാനയിൽ നിന്നുള്ള അവർ ബോക്സിങ്ങിൽ നേടിയ ഒരു മെഡലിനെ ആസ്പദമാക്കി ഉണ്ടായ ഒരു ഹിറ്റ് പടമാണ് ദുങ്കൽ. 2014 ഇറങ്ങിയതാണ്. ആ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ മെഡൽ എന്ന് പറയുന്നത് മരത്തിൽ വളരത്തില്ല. ഹിന്ദിയിലാണ് അതിൽ, പക്ഷേ അത് മലയാളത്തിൽ പറഞ്ഞാൽ മെഡൽ മരത്തിൽ വളരില്ല. മെഡൽ കിട്ടാൻ വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. അതുപോലെ സ്ഥായിയായ പരിശ്രമം, സ്ഥിരമായ പരിശ്രമം ആവശ്യമാണ്. അതുപോലെ ഈ മെഡൽ നേടാൻ വേണ്ടിയുള്ള ആ ഒരു പരിശ്രമത്തോട് നമ്മൾക്ക് അതിയായ ഒരു സ്നേഹം വേണം. എന്നാൽ മാത്രമേ നമുക്ക് മെഡൽ കിട്ടത്തുള്ളൂ. ആ സന്ദേശം കേരളത്തിലുണ്ടോ? ഹരിയാനയിലുണ്ട്. അവർ കഠിനാധ്വാനം ചെയ്യുന്നു, പരിശ്രമിക്കുന്നു, അത് സ്ഥിരമായിട്ട് പരിശ്രമിക്കുന്നു. അതിനുവേണ്ടിയുള്ള അവിടുത്തെ ഗ്രാമങ്ങളും അവിടുത്തെ സമൂഹവും അവിടുത്തെ സംസ്ഥാനവും ഒക്കെ അതിൻ്റെ പുറകെ നിൽക്കുകയാണ്. 2000 ആണ്ടിൽ ഹരിയാനയിലെ മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി, ഒരു വാഗ്ദാനം നൽകി. അന്ന് സിഡ്നി ഒളിമ്പിക്സിന് ഹരിയാനയിൽ നിന്ന് പോകുന്ന ആളുകൾ ആർക്കെങ്കിലും ഒരു മെഡൽ കിട്ടിയാൽ 1 കോടി രൂപ നൽകാമെന്നായിരുന്നു ആ വാഗ്ദാനം.
സാധാരണ രാഷ്ട്രീയ നേതാക്കളുടെ വാഗ്ദാനം പോലെയല്ല ഈ ഹരിയാന സർക്കാർ. അതിനുശേഷം വന്ന എല്ലാ മുഖ്യമന്ത്രിമാരും, പല രാഷ്ട്രീയ പാർട്ടികളുള്ളവരും അവിടെ വന്നു, പക്ഷേ എല്ലാ മുഖ്യമന്ത്രിമാരും ആ വാഗ്ദാനം പാലിച്ചു. ആ ഒരു സന്ദേശം, സിഡ്നി ഒളിമ്പിക്സിൽ ഹരിയാനയ്ക്ക് മെഡലൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി നൽകിയ വാക്ക് പക്ഷേ അതുപോലെ നിന്നു. ആ ഒരു സന്ദേശം താഴേക്ക് പോയി, ജനങ്ങളിലേക്ക് പോയി. അപ്പോൾ അവിടെയുള്ള ഒരു ഉത്സാഹത്തോടു കൂടി കഠിനാധ്വാനം ചെയ്യാൻ തുടങ്ങി, സ്ഥിരമായിട്ട് പരിശ്രമിക്കാൻ തുടങ്ങി. അതിനുശേഷം ഒളിമ്പിക്സിന് പോകുന്നവരുടെ എണ്ണം കൂടി. അങ്ങനെ ഇന്ന് ഇന്ത്യയിലെ കഴിഞ്ഞ 4-5 ഒളിമ്പിക്സിലും ഹരിയാനയായിരുന്നു ഒന്നാം സ്ഥാനത്ത്. 2000 ആണ്ടിൽ അവിടുത്തെ മുഖ്യമന്ത്രി നൽകിയ ആ ഒരു പ്രഖ്യാപനം ആണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം. കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടിയ ഹരിയാന ആളിന് കിട്ടിയത് 6 കോടി രൂപയാണ് അങ്ങനെ ഹരിയാന സർക്കാർ നൽകിയത്. അന്ന് ഒരു 1 കോടി 2000-ലേക്ക്, ഇന്ന് അത് പിന്നീട് വന്ന മുഖ്യമന്ത്രിമാർ അത് 6 കോടിയിലേക്ക് എത്തിച്ചു. ഹരിയാന സർക്കാരും നേരിട്ട് നൽകുന്നത്, മറ്റ് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നുണ്ട്, അതുപോലെ റെയിൽവേ, മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ വേറെ നൽകുന്നുണ്ട്. അതല്ല, ഹരിയാന സംസ്ഥാന സർക്കാരിലെ മുഖ്യമന്ത്രി നൽകുന്നത് 6 കോടി രൂപയാണ്. അതുപോലെ ഈ ഹരിയാനയിൽ നിന്ന് പാരാ ഒളിമ്പിക്സിന് പോയാലും അതേ എമൗണ്ടാണ്. സാധാരണ ഒളിമ്പിക്സും പാരാ ഒളിമ്പിക്സിലും ഇപ്പോൾ റയോ ഡി ജനീറോയിൽ ബ്രസീലിൽ നടന്ന പാരാ ഒളിമ്പിക്സിൽ ഒരു സിൽവർ മെഡൽ നേടിയ ആൾക്ക് മാലിക്കിന് നൽകിയത് 4 കോടി രൂപയാണ്. സിൽവർ ആയതുകൊണ്ട് 4 കോടി, ഗോൾഡ് ആയിരുന്നു 6 കോടി കിട്ടിയാൽ. അതുപോലെ കോമൺവെൽത്ത് ഗെയിംസ് പോലെ മറ്റ് മത്സരത്തിന് പോയിട്ട് മെഡലുമായിട്ട് വന്നാലും കോമൺവെൽത്ത് ഗെയിംസിന് പോയിട്ട് വന്നപ്പോഴത്തേക്കും 1.5 കോടി രൂപയാണ് സ്വർണം കിട്ടിയ ആൾക്ക്. അതുപോലെ 75 ലക്ഷം രൂപ സിൽവർ കിട്ടിയ ആൾക്ക്, 50 ലക്ഷം രൂപ ബ്രോൺസ് കിട്ടിയ ആൾക്കും ഹരിയാന സർക്കാർ നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണോ റിവാർഡ് നൽകുന്നത് ആ കാര്യം കൂടുതലായിട്ട് നടക്കപ്പെടും. വാട്ട് വി റിവാർഡ് ഗെറ്റ്സ് ഡൺ ഫാസ്റ്റർ മോർ എന്നുള്ള ഒരു ആപ്തവാക്യമുണ്ട്. അതായത് നമ്മൾ എന്തിന് റിവാർഡ് നൽകുന്നോ അത് കൂടുതൽ നടക്കും. അപ്പോൾ ഹരിയാനയിൽ റിവാർഡ് നന്നായിട്ട് നൽകുന്നുണ്ട് അവിടുത്തെ മുഖ്യമന്ത്രി. അപ്പോൾ അവിടെ മെഡൽ കൊണ്ടുവരുന്നതും കൂടി വരുന്നു. കൂടുതൽ ആളുകൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, ഉത്സാഹിക്കുന്നു. അതാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ നേതൃത്വം ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സന്ദേശം. രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, അവിടെ മെഡലും കിട്ടി വന്നു കഴിഞ്ഞാൽ സർക്കാർ ജോലി നൽകിയിരിക്കും, സർക്കാർ തന്നെ ജോലി നൽകും. അവിടെ ഏകദേശം 19ഓളം DYSPമാർ ഈ മെഡൽ നേടി വന്നതിൻ്റെ പേരിൽ മാത്രം ജോലി നൽകിയിട്ടുണ്ട്. അനേകം SIമാർ, CIമാർ ഒക്കെ അത് ഇമ്മീഡിയറ്റ് ആണ്. മെഡൽ നേടിക്കഴിഞ്ഞാൽ ഉടനെ, അതായത് സ്ഥിരമായ ഒരു ജോലി അവർക്ക് കിട്ടും, സർക്കാർ ജോലി കിട്ടും എന്നുള്ളൊരു ഉറപ്പ് ഹരിയാനയിലുണ്ട്. പൈസയും കിട്ടുമെന്നുണ്ടെങ്കിൽ ആരാണ് പരിശ്രമിക്കാതിരിക്കുക? അപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം നൽകിയ ഉറപ്പ് പാലിക്കുന്നത് കൊണ്ടാണ് ഹരിയാന 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. പക്ഷെ കേരളത്തിൽ ഇങ്ങനെ നമുക്കൊരു മുഖ്യമന്ത്രി ഇല്ലേ? ഇങ്ങനെ നമ്മൾ കേൾക്കാറില്ലല്ലോ. ഇവിടെ എന്തെങ്കിലും ഉറപ്പ് നൽകിയ ശേഷം അത് പാലിക്കുന്നതായിട്ടോ അല്ലെ പാലിച്ചത് കൊണ്ട് നമ്മുടെ സമൂഹത്തിനുണ്ടായ ഗുണം ആയിട്ടോ ഒന്നും നമുക്കിവിടെ പറയാൻ പ്രത്യേകിച്ചൊന്നും കഴിഞ്ഞ 10 വർഷമായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ 13% ഉണ്ടായിരുന്നതിൽ നിന്ന് 4% താഴോട്ട് പോയി ഈ ഒളിമ്പിക്സ് എന്ന് പറയുന്ന ഈ കായിക രംഗത്ത്. നമ്മൾ പണ്ട് ഈ PT ഉഷയെ പോലുള്ള ആളുകളെ ഇവിടുന്ന് തിരഞ്ഞെടുത്ത് അയച്ചു. കേരളത്തിൽ നീന്തൽ പഠിക്കുന്നതിനുള്ള ആവശ്യമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെയുണ്ട്. ഇഷ്ടംപോലെ പുഴകൾ, കായലുകൾ, നീന്തൽക്കുളങ്ങൾ, കടൽ ഒക്കെ നമുക്കിവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഹരിയാന ഇതൊന്നുമില്ല. അവർക്കുള്ളത് വെച്ചിട്ടൊക്കെയാണ് അവർ ചെയ്യുന്നത്. നമുക്കതുപോലെ കായിക രംഗത്ത് ടാലൻറ്റ് ഇൻഹറൻ്റായിട്ട് നമുക്കുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ കുറേ പേര് ഓട്ടത്തിലും ലോങ് ജമ്പിലും ചാട്ടത്തിലും ഒക്കെ ഇവിടെ മുമ്പ് പോയിരുന്നത്. പക്ഷേ ആ ടാലൻ്റ് ഉള്ളവരൊക്കെ ഇന്ന് എവിടെ പോയി? അതോ നമ്മുടെ ഇപ്പോഴത്തെ ഈ വിഷലിപ്തമായ ഭക്ഷണം കഴിച്ച എല്ലാവരുടെയും ടാലൻറ്റും ആരോഗ്യവും ഒക്കെ കുറഞ്ഞോ? അപ്പം അങ്ങനെയും ആകാം ചിലപ്പോൾ. അപ്പോൾ അതിന് ഉത്തരവാദി ആരാണ്? ഈ വിഷഭക്ഷണം തടയാനുള്ള ഉത്തരവാദപ്പെട്ട ഒരു സർക്കാർ സംവിധാനമൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതിനുമില്ലേ? അപ്പോൾ ടാലൻ്റ് ഇവിടെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഓർക്കുന്നു, നീണ്ടകരയിൽ ഒരു മാരിടൈം മേഖലയിലുള്ള പരിശീലനം നൽകാൻ വേണ്ടി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് 2013-14 കാലഘട്ടത്തിൽ അവിടെ പണി പൂർത്തിയായിരുന്നു. 10 വർഷമായിട്ടും അവിടെ അതിന് നീന്തൽക്കുളവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ അന്ന് കേരളത്തിൽ നിന്ന് നീന്തലിന് അവിടെ ഒരു കായലൊരു സൈഡിലുണ്ട്, അതുപോലെ കടലുണ്ട്, നീന്തൽക്കുളമുണ്ട്, എല്ലാം ഉള്ള ഒരു നമ്മുടെ നാഷണൽ ഹൈവേയുടെ വലത്ത് സൈഡിൽ കാണുന്നതാണ്, കടലിനോട് ചേർന്ന് ഒരു സംവിധാനം ഉണ്ടാക്കി. പക്ഷേ ഇന്നും 10 വർഷമായിട്ടും അത് പ്രവർത്തിപ്പിക്കാതിരിക്കുന്നു നമ്മുടെ സർക്കാർ. എന്തുകൊണ്ട് പ്രവർത്തിപ്പിക്കാതിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. കാരണം നമുക്ക് ഇവിടുന്ന് പരിശീലനം നൽകിയാൽ ഒളിമ്പിക്സിലേക്ക് നീന്തലിലേക്ക് ആളിനെ വിട്ടുകൂടെ? തീർച്ചയായിട്ടും വിടാം. അതിനുള്ള സാഹചര്യം നമുക്കിവിടെ ഉണ്ട്, ടാലൻ്റ് ഉള്ളവരുണ്ട്. പക്ഷേ നമ്മുടെ സർക്കാർ അതിനൊരു ഉത്സാഹവും കാണിക്കുന്നില്ല, ഹരിയാന സർക്കാർ കാണിക്കുന്നത് പോലെ.
നമുക്കിവിടെ ജോലിക്ക് വേണ്ടിയിട്ട് അവിടെ 19 ഡിവൈഎസ്മാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർക്ക് പോലീസിലും അല്ലാത്ത സർക്കാർ സ്ഥാപനങ്ങളിലും ഒക്കെ സർക്കാർ ജോലി നൽകുന്നു. കേരളത്തിൽ ജക്കാർത്ത ഒളിമ്പിക്സ് കഴിഞ്ഞിട്ട് 2018 വിസ്മയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ റിലേയിലാണ് ഗോൾഡ് മെഡൽ കിട്ടിയത്. അപ്പോൾ അവരുടെ കൂടെയുള്ള മറ്റ് 3 പേര് മറ്റ് സംസ്ഥാനങ്ങളിൽ അവർക്ക് ഉടനെ ജോലി കിട്ടി. ഈ വിസ്മയ എന്ന് പറയുന്ന കേരളത്തിലെ പെൺകുട്ടിക്ക് അടുത്ത ഈ കോമൺവെൽത്ത് ഗെയിംസ് കഴിഞ്ഞിട്ടും അവർക്ക് കേരള സർക്കാർ ജോലി കൊടുത്തില്ല. അവരിങ്ങനെ കയറി ഇറങ്ങി നടക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ പിന്നെ ഇവിടെ ആരെങ്കിലും സ്പോർട്സിന് വേണ്ടി പരിശ്രമിക്കുകയും കഠിനമായി അധ്വാനം നടത്തുകയും അതിനു വേണ്ടിയുള്ള ഒരു സമയം മുഴുവൻ കളയുകയും ചെയ്യുമോ? കാരണം നമുക്കിവിടെ ജോലി കിട്ടും, സ്ഥിരമായ ജോലി കിട്ടും, നമുക്ക് ഒരു പാരിതോഷികം കിട്ടും, നല്ലൊരു പാരിതോഷികം കിട്ടുമെന്നുണ്ടെങ്കിൽ ഉള്ള സൗകര്യങ്ങൾ വെച്ചിട്ട് തന്നെ സ്വയം പരിശീലനം നേടി ഒളിമ്പിക്സിന് പോയതിനെ മെഡൽ കൊണ്ടുവന്നതിനെ. പക്ഷെ നമുക്കിവിടെ ഈ രാഷ്ട്രീയ കസരത്തുകൾ ഒക്കെ കഴിഞ്ഞ ശേഷം ഈ കായിക കസരത്തിനൊക്കെ എവിടെ നേരം?